ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. അല്ലാഹുവിന്റെ വചനങ്ങൾ അർത്ഥമറിഞ്ഞുകൊണ്ടൊന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓതിയാൽ കൂലിയാണ്. അർത്ഥമറിയാതെ ഓതിയാലും അല്ലാഹു കൂലി തരും. അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അറിഞ്ഞോതിയാലോ ഒരുപാട് കൂലിയാണ്. ഖുർആൻ പഠിക്കണം, ഓതണം. വാട്സപ്പൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പൂട്ടി വെക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ സൂറത്തുൽ വാഖിഅയും ദുഖാനും യാസീനും സജ്ദയും അദ്കാറുകളും ഒക്കെ ഓതിയ എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു, ശരി, പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും. ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും, ദിക്ർ ചൊല്ലുമ്പോൾ മനസ്സിന് ആനന്ദം വരും. അത് നിർത്തി നോക്കി പെടക്കല് വരും കൽബിന്. ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ, അടിയന്തരമായി ചികിത്സിക്കണം. എന്തോ തകരാറുകളുടെ ബോഡിക്കുണ്ടെന്നാ. അങ്ങനെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹ്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ. ഫർള് മാത്രം പോരാ, സുന്നത്ത് നിസ്കരിക്കണം. ഫർളൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമദാനിന് ശേഷം, അല്ലെങ്കിൽ മുമ്പത്തെ റമദാൻ. ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ, കുറച്ചൊന്ന് മുന്നോട്ട് പോവാ. ളുഹറിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു 2 അല്ലെങ്കിൽ 4. 2 മതി ഉസ്താദേ, 4 പാവൂല. ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത്, ഇശാഇന്റെ ശേഷം 2, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്. നബി തങ്ങൾ പറഞ്ഞു, റക്അത്താൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്കുക. അതിനേക്കാളൊക്കെ ഖൈറാണ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. നമുക്ക് അർത്ഥം തിരിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തിന് അത്ര സ്ഥാനമുണ്ടെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ സ്ഥാനം എത്രയാണ് എന്നാണ് മഹാന്മാർ പറയാ. സുബ്ഹിന്റെ സുന്നത്തിന്റെ സ്ഥാനം ഇത്രയാണ്, അപ്പൊ ഫർളിന്റെ സ്ഥാനം എത്രയാണ്? ഗൈറ്റൻ അങ്ങനെ ഉണ്ട്. പിന്നെ ഉള്ളിൽ ചെന്ന പോരെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ സുബ്ഹിയുടെ സുന്നത്തിന്റെ സ്ഥാനം ഇതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തേത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം, നാവിൽ ദിക്ർ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അങ്ങനെയാണ്. എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയും. പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ. ഒരു കാരണമില്ലാണ്ട് മരിക്കും, ഒരു കാരണമില്ലാണ്ട് മരിക്കുന്നു. ഒക്കെ ഓക്കെയാണ്. ആള് മരിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ നിന്നും കിട്ടിയ നിധിയാണ്. നബിയേ, ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കുള്ള ഹബീബിന്റെ യാത്രയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7ാം ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്വർഗത്തിൽ വിത്തുപാകാനുള്ള, സ്വർഗത്തിൽ ചെടി നടാനുള്ള, സ്വർഗത്തിൽ കൃഷി ഇറക്കാനുള്ള വിത്ത് ഞാൻ നൽകട്ടെയോ നബിയേ? അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, സ്വർഗത്തിൽ നിങ്ങൾ കൃഷി ചെയ്യണം. സ്വർഗത്തിലേക്കുള്ള വിത്തുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 5 കലിമാത്തിൻ, 5 കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. 4 വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 5 ചൊല്ലി നോക്കി, വലിയ റാഹത്തുണ്ടാവും, വലിയ ആശ്വാസം ഉണ്ടാവും, മനസ്സിന് ഭയങ്കര ശക്തി വരും. മൂന്നാമത്തേത്, 4ാമത്തേത്, അല്ലാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത്. 5, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതണം, പഠിക്കണം. അല്ലാഹുവിന്റെ 99 ഇസ്മുകൾ നമ്മൾ പഠിക്കണം. അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട്, ഖുർആൻ ക്ലാസ്. ഇപ്പൊ ഞങ്ങൾ സൂറത്ത് ത്വാഹയിലാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന.
അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. 6 ഇസ്മങ്ങാനുമായി 6 ക്ലാസ്സിലായിട്ട്, ഇനി ബാക്കി 99 ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് അറിഞ്ഞു നോക്കുക. അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിനർത്ഥം? അള്ളാഹു വദൂദാണ്, എന്താണ് ആ പറഞ്ഞതിലർത്ഥം? അള്ളാഹു മാലിക്കുൽ മുൽഖാൻ, അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാവും. അസ്മാഉൽ ഹുസ്ന ഇതറിയില്ലേ? ഒന്ന് ചൊല്ലെങ്കിലും ചെയ്യാം. ഒരു മിനിറ്റ് മതി അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഴുവൻ ചൊല്ലാൻ. ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് അടിച്ചു നോക്കി, നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടും. എന്ത് അസ്മാഉൽ ഹുസ്നയുടെ ആപ്പുകളുണ്ട്. തുറന്നു നോക്കുക. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിന്റെ ഇസ്മകൾ ചൊല്ലി നോക്കി മുഴുവൻ. ഭയങ്കര പവറാണ് അത്, നമുക്ക് ശക്തിയാണ്, നമുക്ക് ഈമാനിന്റെ വെളിച്ചമാണ്. 1 മിനിറ്റ് വേണ്ട ഈ 99 ഇസ്മ ചൊല്ലാൻ. 2 മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും വരും. കുറച്ച് പതുക്കെ ചൊല്ലിയാൽ തന്നെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ സംവിധാനം കയ്യിലുണ്ട്, എന്നാലും ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ചെയ്യുക? അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തു തന്നു, ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. 6-ാമത്തേത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യുക. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. എന്ത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത നിഅമത്ത് കൊണ്ട് എനിക്കൊരു ബൈക്കുണ്ട്, എനിക്കൊരു വാഹനമുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് ഞാൻ ആ എക്സാം പാസ്സായിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അള്ളാഹു തന്ന നിഅമത്ത് കൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസമുണ്ടാവും. അള്ളാഹുവിലേക്ക് ലിമൻ ഹാദിഹിൽ ഗനം. അറാബിയോട് ചോദിച്ചു, അറാബി, നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ്? ആരുടേതാണ് ഈ ആട്ടിൻകൂട്ടം? അറാബി ഖാല ലില്ലാഹി ഫീ യദി, ഇത് അല്ലാഹുവിന്റേതാണ്, പക്ഷെ എന്റെ കയ്യിലാണെന്ന് മാത്രം. അതാണ് മറുപടി. ലില്ലാഹി ഫീ യദി. മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ തപ്പന്റെ കയ്യിലാണ് എന്നൊന്നും പറയണ്ട, അങ്ങ് മനസ്സിൽ കണ്ടാ മതി. പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനാന്ന് പറയും. അങ്ങനെ വേണ്ട. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, ഒരു മുഅ്മിൻ സ്വയം അപമാനിതനാവരുത്. എന്തേ? ഇതൊക്കെ അള്ളാന്റെതാണ്, എന്റെ കയ്യിൽ തന്നതാണ്, ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ, എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുമെന്ന് നോക്കാൻ. ലില്ലാഹി ഫീ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ. ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞു. യാ അല്ലാഹ്. 7-ാമത്തേത്, അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം. 8, ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം, അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം. ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത്. ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ, ഒറ്റക്കിരുന്ന് കരയണം, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനൊന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ദുആ ഇരക്കണം. 9-ാമത്തേത്, സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം. ഈ ഇരുത്തം അങ്ങനെയായി അള്ളാഹു സ്വീകരിക്കട്ടെ. 10-ാമത്തേത്, നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനും ഇടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം. നിസ്കാരത്തിനോ ഖുർആൻ ഓതാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം. അവിടെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മുടെ ഏതെങ്കിലും ശുഗലുകൾ നമുക്ക് തടസ്സമാണെങ്കിൽ അവയെ മാറ്റി നിർത്താൻ കഴിയണം.